ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വെള്ളരിമേടിലാണ്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. നമ്മൾ യാത്ര തുടങ്ങുന്ന തന്നെ രണ്ട് സൈഡിലും പാടങ്ങളാണ്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഇച്ചുവും എക്സൈറ്റഡ് ആണ്. അതിലും എക്സൈറ്റഡ് ആണ് ഞാൻ. കാരണം 15 ഇയേഴ്സിന് ശേഷം ഞാൻ വീണ്ടും പോകുന്ന ഒരു സ്ഥലമാണത്. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള പുഴ, പാലം, നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ കാണുന്നത് കൊല്ലങ്കോട് കൊട്ടാരമാണ്. വടക്കൻ വീരകഥയെല്ലാം ഫിലിം ഷൂട്ട് ചെയ്ത കൊട്ടാരമാണ് ഈ കാണുന്നത്. അതിനുശേഷം എത്തുന്ന സ്ഥലമാണ് കോവിലമുക്ക്. മഴയെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉള്ളതാണ്. എന്നാലും പോയി നോക്കുക എന്ന രീതിയിൽ പോകുന്നതാണ് നമ്മൾ. റോഡിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി തന്നെ നമുക്ക് വളരെ ഒരു ഫേമസ് ആയ ഒരു അമ്പലമാണ് ശ്രീ കാശാംകുറിശി അമ്പലം. അത് ഏകദേശം വെള്ളരിമേടിന് അടുത്തായിട്ട് തന്നെയാണ് അത് വരുന്നത്. അതിൻ്റെ തൊട്ട് പിന്നിലുള്ള വഴിയിലൂടെ നമുക്ക് സീതാരകുണ്ടിലും പോവാം. അങ്ങനെ നമ്മൾ വെള്ളരിമേടിൻ്റെ വഴിയിലോട്ട് പോവുകയാണ്. 3 കിലോമീറ്റേഴ്സ് എന്ന ബോർഡ് കാണുന്നു. നോക്കൂ, ഇതാണ് ഏറ്റവും ഭംഗിയായി കാണുന്ന ഒരു കാഴ്ച. വാട്ടർഫാൾസ്. നമ്മൾ മലയുടെ താഴ്വാരം എത്തും തോറും മലയുടെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. ഒപ്പം വാട്ടർഫാൾസിൻ്റെ ഭംഗി അത് വേറെയും. റോഡ് കഴിഞ്ഞാൽ കുറച്ചൊരു റോഡാണ് വരുന്നത്. രണ്ട് സൈഡും തോട്ടങ്ങളുടെ നടുക്കുകൂടി ഒരു റോഡ് വരുന്നുണ്ട്. അത് കുറച്ചൊരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസും തരുന്നതാണ്. ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു. ഒരു വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത് കാണാം. കാരണം ആ റോഡ് കുറച്ചുകൂടി മോശമായതുകൊണ്ട് ആ വണ്ടി കയറാത്തതുകൊണ്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. നമ്മൾ എന്തായാലും എടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ വണ്ടി മുന്നോട്ട് തന്നെ. ഏതായാലും മുന്നോട്ട് പോയത് ഒട്ടും വേസ്റ്റ് ആയില്ല. വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാത്തിനും അവിടെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അതുമല്ലാതെ നല്ല 2 ചായക്കടകളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളരിമേട് മലത്താഴ്വാരത്തിൽ എത്തി. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി. ഇവിടെ നിന്ന് തന്നെ നോക്കാൻ നല്ല രസമാണ്. ഇതാണ് വെള്ളരിമേട് വാട്ടർഫാൾസ്. ഇതിൻ്റെ താഴെ വെള്ളം വീഴുന്നിടത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗൈസ്, നോക്കാം നമ്മളവിടെ എത്താൻ പറ്റുമെന്ന്. അത്യാവശ്യം ദൂരമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നടന്ന് തന്നെയാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇച്ചൂസിന് എന്തായാലും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് അവളുടെ ബാക്ക് പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അവളിന് അതിൽ വെച്ച് എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം കെട്ടുന്നത്. അവൾ കംഫർട്ടബിൾ ആവോ ഇല്ലയെന്നറിയില്ല. എന്നാലും
റെഡി അച്ഛാന്ന് പറഞ്ഞു അവൾ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ബാക്ക് പാക്കെല്ലാം ഒരുവിധം ശരിയാക്കി ഇച്ചൂസിനെ അതിൽ കയറ്റാൻ പോകുമ്പോൾ അയ്യോ അച്ഛ എനിക്ക് അത് വേണ്ട എന്ന് പറഞ്ഞ ഉള്ള നിലവിളിയാണ് ആ കേൾക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് ഗൈസോർമലയുടെ താഴ്വാരം. ഇത് ഒരു ക്യാമറ എഫക്റ്റ് അല്ല, ആക്ച്വലി ഗിംബിൾ സ്വിച്ച് ഓഫ് ആയതാണ്, അതുകൊണ്ട് തിരിഞ്ഞതാണ്. ഓക്കെ, നമ്മളെല്ലാം റെഡിയായി പോകാൻ പോവുകയാണ്. നോക്കാം എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ്. ഇതാണ് പറഞ്ഞ ചായക്കട ഒന്ന്. താഴെ വേറെ ഒന്നുകൂടി ഉണ്ട്. 15 ഇയേഴ്സിന് ശേഷം വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. 15 ഇയേഴ്സിന് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ ആ വാട്ടർഫോൾസിൽ നിന്നും ഒരുപാട് മേലെ പോയിരുന്നു. ഇപ്രാവശ്യം ഫാമിലി എല്ലാം ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വാട്ടർഫോൾസ് വരെങ്കിലും എത്താൻ പറ്റണേ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു പോക്കാണ്. കാരണം നടക്കാൻ ഒരുപാടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാൾ വിസിറ്റേഴ്സ് ആരുമില്ല. മേ ബി മഴയുടെ എല്ലാം ഇതുകൊണ്ടായിരിക്കാം വിസിറ്റേഴ്സ് ആരുമില്ല. ഇവിടെ ആകെയുള്ളത് ഞങ്ങളൊരു ഫാമിലി മാത്രമേ ഉള്ളൂ. എന്നാലും പോവാം. എന്തായാലും തുടക്കം മോശമല്ല ഗൈസ്. സൈഡിലൂടെ വെള്ളത്തിൻ്റെ ഒഴുക്ക്, മറു സൈഡ് ഫെൻസ് ഉണ്ട്. എർത്തിങ് ഉണ്ടാവുന്ന അവിടുത്തെ ആൾക്കാർ പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കമ്പികളിൽ തൊടാതെ അല്ലെങ്കിൽ നമ്മളിൽ തട്ടാതെ സൂക്ഷിക്കണം. ഇനി നമ്മൾ കയറാൻ പോകുന്നതിന് മുമ്പ് ഒരു വെള്ളമൊഴുക്ക് നമ്മൾ ക്രോസ് ചെയ്യണം. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവും. മാത്രമല്ല വെള്ളം അധികം കുറവുമല്ല. മഴയായ കാരണം വെള്ളത്തിന് അത്യാവശ്യം ഫ്ലോ ഉണ്ട്. വെള്ളത്തിൻ്റെ ആഴവും കൂടുതലാണ്. പോകുന്ന വഴി തന്നെ നമുക്ക് ഇവിടുന്ന് കാണാം ആ മലയുടെ ദൂരം ഏകദേശം എത്ര ഉണ്ടാവുന്നു. വഴി എന്തായാലും ട്രക്കിംഗ് എക്സ്പീരിയൻസ് തന്നെ തരുന്നതായിരുന്നു. നമ്മൾ കയറി പോകുമ്പോൾ നമ്മുടെ ഇടതുവശത്ത് കാണാം നമുക്ക് ആ ഫെൻസിൻ്റെ വള്ളി പോലെ തൂങ്ങിക്കിടക്കുന്ന കമ്പികൾ. അതിലും എർത്ത് ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ അനുഭവിച്ച് അറിഞ്ഞായിരുന്നു. ഫോണ് തിരിഞ്ഞ് എഫക്റ്റ് ഉണ്ടാക്കിയതല്ല ഗൈസ്, ഗിംബിൾ ചതിച്ചതാണ്. അതാ തിരിഞ്ഞു പോയത്.
പോകുന്ന വഴികളെല്ലാം എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം കട്ട് ചെയ്യാതെ തന്നെ ഞങ്ങൾ വഴികൾ മൊത്തം കവർ ചെയ്ത് വീഡിയോയിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സൈഡിലൂടെ ഫെൻസ് ഉള്ളതാണ്, എർത്തിങ് ഉള്ള ഫെൻസുകളാണത് ഇപ്പോഴും. അപ്പോൾ ഇത് നമ്മുടെ വഴിയും അതിനോട് ചേർന്ന് ക്ലോസ് ആയിട്ടായിരിക്കും നമുക്ക് നടന്നു പോകാൻ കഴിയുക. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ആ വഴിയിലൂടെ പോകാൻ. അത്യാവശ്യം ഞങ്ങൾ ആ ഫെൻസ് എല്ലാം കഴിഞ്ഞ് ഏകദേശം മലയുടെ ഒരു തുടക്കത്തിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ വിസിറ്റേഴ്സ് ആരും ഇപ്പം ഇല്ലാത്തത് കൊണ്ട് വഴി കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിപ്പോയതാണ്. എന്നാലും ഞങ്ങൾക്ക് ഒരു ഉദ്ദേശം വെച്ച് ഞങ്ങളങ്ങ് കയറിപ്പോയതാണ്. സൈഡിലൂടെ ആ വെള്ളത്തിൻ്റെ അരുവി പോകുന്നതും ആ വാട്ടർഫാളിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഒന്നായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ പാരലലി ഒരു ഊഹം വെച്ച് പോയതാണ്. കാരണം വഴികൾ ഇവിടെ ആൾക്കാരധികം പോവാത്തതുകൊണ്ട് വഴികൾ അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഉദ്ദേശം വെച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. എന്തായാലും ഗൈസ്, ട്രക്കിംഗ് ഒട്ടും മോശമായില്ല. നല്ലൊരു ജംഗിൾ എക്സ്പീരിയൻസ് തന്നെ തന്നു. അതും വിസിറ്റേഴ്സ് ആദ്യം ക്രൗഡഡ് അല്ലാത്തൊരു സമയത്തായതുകൊണ്ട് ഞങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എപ്പോഴും ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾക്ക് വഴി തെറ്റി ഗൈസ്, 2 സൈഡിലുള്ള വഴിയുണ്ട്, എവങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഗൈസ് എന്ന് പറഞ്ഞ് പറയണം അവർ. എന്തായാലും ഞാൻ മുന്നോട്ട് തന്നെ പോയി. നോക്കാം. എന്താ ഇങ്ങനെ നോക്കണേ? ഉണ്ടാ ഗൈസ്, ഞങ്ങൾക്ക് വഴി അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഏതൊക്കെയോ വഴിയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് വഴിയിൽ വെള്ളമെല്ലാം വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇതാണ് വഴിയെന്ന്. പക്ഷേ എന്തായാലും ഉറപ്പ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ എത്തിച്ചേർന്നിരിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ ഗൈസ്, നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ വോയിസ് കേട്ട് നമ്മൾ അങ്ങനെ അടുത്ത് പോവുകയാണ്. എക്സൈറ്റ്മെൻറ്റിന് ഒരു കുറവുമില്ല. എത്തി എന്ന് വിചാരിച്ച് നമ്മൾ അടുത്ത് പോവുകയാണ് ഗൈസ്. പക്ഷേ നമ്മൾ എത്തിയിട്ടില്ല. കാരണം ഇത് വാട്ടർഫോൾ ഇറങ്ങി വന്നിട്ടുള്ള താഴേക്ക് വരുന്ന വെള്ളമാണ്. ഇതല്ല വാട്ടർഫോൾ. നമുക്ക് വഴി തെറ്റി എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു വഴി തന്നെ മേലോട്ടുള്ളൂ. അത് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പാരലലി പോയി കഴിഞ്ഞാൽ നമുക്ക് വഴി എത്തും, ആ വെള്ളച്ചാട്ടത്തിലെത്തും. സോ എന്തായാലും ഇതും ഒട്ടും മോശമല്ലാത്തൊരു കാഴ്ചയാണ്. വെള്ളത്തിന് നല്ലൊരു സ്പീഡുണ്ടായിരുന്നു. വെള്ളം ഒട്ടും കുറവല്ല. കാരണം നമ്മൾ ഈ മഴക്കാലത്ത് വന്നുകൊണ്ട് വെള്ളത്തിന് കുറവില്ല. അതുകൊണ്ട് പാറയിലല്ല, നല്ല വഴുക്കലുണ്ട് ഗൈസ്. സോ കെയർഫുള്ളായിരിക്കണം. അതെ, നമ്മൾ വീണ്ടും വഴി കണ്ടെത്തിയിരിക്കുകയാണ്. എന്താ ഇനിയും കയറണ്ടേ എന്നൊരാലോചനയിലാണ് എല്ലാവരും. നമുക്ക് തിരിച്ച് പോയാലോ എന്നും വിചാരിച്ചു. പക്ഷെ എന്തായാലും ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് നമുക്കിനി തിരിച്ചു പോക്കില്ല. വെള്ളരിമേട് കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ, വാട്ടർഫോൾ കുളിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ എന്നൊരു ഉറപ്പിൽ ഞങ്ങൾ വീണ്ടും കയറി ചെല്ലുകയാണ് ഗൈസ്. അപ്പോഴേക്കും മിച്ചൂസിന് മതിയായെന്ന് പറയുന്നുണ്ടായിരുന്നു ഗൈസ്. ഇനി ഞാൻ കയറുന്നുണ്ടെങ്കിൽ ഈ ചാക്ക് പോലെ എന്നെ തൂക്കിക്കൊണ്ട് പോലും നടക്കില്ല.
എന്നെ മര്യാദയ്ക്ക് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇച്ചൂസ്. അങ്ങനെ ഇച്ചൂസിന് കുറച്ച് കാലുവേദനിക്കുന്നുണ്ടായിരുന്നു. ശരി, അപ്പോൾ അങ്ങനെ എടുക്കല്ലെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് പോവാണ്. പാറയിലെല്ലാം നല്ല വഴുക്കലുണ്ടായിരുന്നു. പതിയെ പതിയെ സൂക്ഷിച്ച് തന്നെ പോകണം. വഴികൾ ഒട്ടും മോശമല്ല. എക്സൈറ്റ്മെൻറ്റ് ലെവലിന് ഒരു കുറവും വരാത്ത രീതിയിലുള്ള വഴികൾ തന്നെയാണ് നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റിയത്. വാട്ടർഫോൾസ് എത്ര തന്നെ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അവിടേക്ക് എത്തുന്ന വഴികൾ ഒട്ടും മോശമായിരുന്നില്ല ഗൈസ്. എക്സൈറ്റ്മെൻറ്റ് ഉള്ള വഴികൾ തന്നെയായിരുന്നു. ഇച്ചൂസിനെല്ലാം ഓരോ രീതിയിൽ എടുത്തുകൊണ്ട് വേണമായിരുന്നു പോകാൻ. അങ്ങനെയുള്ള വഴികളായിരുന്നു നമുക്ക് പോകാൻ പറ്റിയത്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി എന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം വാട്ടർഫോൾസിൻ്റെ ശബ്ദം നമുക്കിപ്പോൾ കേൾക്കാൻ പറ്റും. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല, അപ്പുറത്ത് ദൂരെ. അടുത്തെത്തി എന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് തെറ്റുപറ്റി ഗൈസ്. എന്തായാലും അടുത്തെത്തും എന്ന പ്രതീക്ഷയോടെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോവുകയാണ് ഗൈസ്. ഞങ്ങൾ ഒരിക്കലും ഈ വഴികൾ അധികം കട്ട് ചെയ്യാതെ തന്നെ കാണിക്കുകയാണ്. കാരണം അതൊരു ഫുൾ എക്സ്പീരിയൻസ് എല്ലാവർക്കും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് അത്യാവശ്യം നടക്കാനുള്ളൊരു ദൂരമുണ്ട്. അത്യാവശ്യം എന്നല്ല, ഒരു 2 കിലോമീറ്റേഴ്സോളം ഉണ്ടാവും ഈ ജംഗിൾ ഇതിലൂടെ തന്നെ ഒരു യാത്ര. നമുക്ക് ഓൾമോസ്റ്റ് ഒരുവിധം കാണാൻ പറ്റും വാട്ടർഫാൾസ്. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഉറപ്പിക്കാം, നമ്മൾ വാട്ടർഫാൾസിൻ്റെ തൊട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കാണാൻ പറ്റും ഗൈസ് നമുക്ക് ആ വാട്ടർഫാൾസിൻ്റെ താഴെ ഭാഗം. ഈ വെള്ളം വീഴുന്ന പ്ലേസിലാണ് നമ്മൾ പോകുന്നത്. വെള്ളം മുകളിൽ നിന്ന് വരുന്ന പ്ലേസാണ് നമ്മൾ തുടക്കത്തിൽ കണ്ട ആ വീഡിയോ. അതിൻ്റെ മുകളിലോട്ട് ഇനിയും പോകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വേണ്ട, വെള്ളം വീഴുന്നിടത്തെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഏതായാലും അവിടെ എത്തി. ഒട്ടും എക്സൈറ്റ്മെൻറ്റിനെ കുറയ്ക്കാത്ത രീതിയിലുള്ള വാട്ടർഫോൾസ് തന്നെയാണ് ഗൈസ് ഇവിടെ ഉള്ളത്. അധികം ഉയരമില്ലെങ്കിലും മഴക്കാലമായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫോഴ്സിനും ഒരു കുറവുമില്ല. ഡെസ്റ്റിനേഷനിൽ എത്തിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. എന്നാലും ഫോട്ടോസും ഇതിനും ഒരു കുറവുമില്ല. ആദ്യം തന്നെ എടുത്തോളൂ,
തുടങ്ങിക്കോ എന്നതാണ് അച്ചു ഇച്ചുവിൻ്റെയും മനസ്സ്. ഒപ്പം എൻ്റെയും. നല്ലൊരു വാട്ടർഫോൾസ് തന്നെയാണ് ഗൈസ്. അധികം ഹൈറ്റ് ഇല്ലെങ്കിലും കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലപോലെ വെള്ളമുള്ള, വെള്ളത്തിൻ്റെ ഫോഴ്സും ഉണ്ട്. ആ ഒരു ഇതിലാണ് അച്ചു എന്തായാലും കയറി പോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് തന്നെ നമുക്കൊരു ചെറിയൊരു വാട്ടർഫോൾസ് കാണാൻ പറ്റും. വളരെ സ്മൂത്തായി വരുന്നൊരു വാട്ടർഫോൾസ്. ഇവിടെ നോക്കി നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഗൈസ്. ഫോട്ടോസ് എടുത്തില്ലെങ്കിലും നമുക്കിങ്ങനെ ഒരുപാട് നേരം നോക്കി നിൽക്കാൻ പറ്റും. അത്രയ്ക്കൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഗൈസ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്തായാലും ഇതുവരെ വന്നല്ലെന്നാൽ ഞാനും കയറി ചെന്നേക്കാം എന്ന് വിചാരിച്ചങ്ങ് കയറുക. ഇനിയിപ്പം ഡ്രസ്സ് നനഞ്ഞതൊന്നും കാര്യമാക്കുന്നില്ല. ഒരുപാട് കാരണം അതിൻ്റെ യാത്ര ഒരുപാട് കഷ്ടപ്പെട്ടതായതുകൊണ്ട് ഈ വാട്ടർഫോൾസ് ശരിക്കും അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് കയറി ചെല്ലുക. ആഹാ, എന്നാൽ ഞാനും വന്നേക്കാം എന്ന് പറഞ്ഞ അച്ചു പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കാനുള്ള പോസ് നോക്കണോ അതോ വാട്ടർഫോൾ എൻജോയ് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു രണ്ടാളും. എന്നാൽ നമുക്ക് രണ്ടും ആയേക്കാം എന്ന് വിചാരിച്ച് കയറി നിൽക്കുകയാണ് ഗൈസ്. വാട്ടർഫോൾസിൻ്റെ ഉള്ളിലായിട്ട് കയറി ചെല്ലുമ്പോൾ സേഫ്റ്റി അലാറം എന്ന പോലെ അച്ചുൻ്റെ ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കയറി ചെന്നപ്പോൾ ശരി എന്നാൽ ഞാനും കയറി പോസ്റ്റ് ചെയ്തേക്കാം എന്ന് കരുതി അവളും വന്നായിരുന്നു. ഫോട്ടോസും വീഡിയോസും എല്ലാം ആണെങ്കിൽ ഒരു റീൽസ് കൂടി ആവാം എന്ന് വിചാരിച്ച് ചെയ്ത ഒരു ശ്രമമാണ് ഗൈസ് ഇത്. കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുതലുള്ളതുകൊണ്ട് ഒരുപാട് ദൂരം വരെ വെള്ളത്തിൻ്റെ ഡ്രോപ്ലെറ്റ്സ് തെറിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നനഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലും കുറച്ച് നേരം കൂടി നോക്കിയിരിക്കണം എന്ന് തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് ഗൈസ് ഇത്. കാരണം വന്ന വഴിയും ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. ഇനി തിരിച്ചും പോകണ്ടേ. അതുകൊണ്ട് കുറച്ച് നേരം കൂടി ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. ഇഷ്യൂസ് എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ നനയിപ്പിച്ചു. ഇനി എനിക്ക് റെയിൻകോട്ടില്ലാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് റെയിൻകോട്ട് ഇടിപ്പിച്ച് പിന്നെ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് അതും അമ്മയുടെ തോളിൽ തന്നെ ഉറങ്ങണം എന്ന് പറഞ്ഞ് അമ്മയുടെ തോളിൽ കയറി. എന്തായാലും നടക്കാൻ ഒരുപാട് ദൂരമുണ്ട്. നടന്ന് ബോറടിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു പ്രാങ്ക് നടത്തിയേക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഒരു ശ്രമമായിരുന്നു അത്. ഇതാ കാണാം. പേടിപ്പിക്കാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കുകയാണ്. പേടിപ്പിക്കാൻ നിൽക്കാൻ ടെൻഷൻ ആവണ്ട. പേടിപ്പിക്കാൻ നിൽക്കാൻ ടെൻഷൻ ആവണ്ട. അവിടെ നിൽക്കണ്ടാവും. പേടിപ്പിക്കാൻ നിൽക്കാൻ ടെൻഷൻ ആവണ്ട. ടെൻഷൻ ആവണ്ട. ഏതായാലും പ്രാങ്ക് നല്ല പോലെ വിജയിച്ചു.
ആൾ ടെൻഷനായി കുട കൊണ്ടൊക്കെ എടുത്ത് എറിയുന്നുണ്ടായിരുന്നു. ഞാൻ മുൻപേ പറഞ്ഞ പോലെ വഴി കണ്ടുപിടിക്കുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഗൈസ്. വന്ന വഴിയും പോകുന്ന വഴിയും എല്ലാം മാറിയോ എന്നൊരു ഡൗട്ടാണ്. ഞങ്ങൾ പിന്നെയും വഴി തെറ്റിയതാ. ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോന്ന് ഒരു ഐഡിയ ഇല്ല. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ആ ഫെൻസിൻ്റെ അതുവരെ എത്തി. അത് കണ്ടപ്പോൾ ഒരു ആശ്വാസം. നമ്മൾ വഴി തെറ്റിയെങ്കിലും നമ്മൾ താഴെ എത്തി. ഏതായാലും താഴെ എത്തുമ്പോഴേക്കും മഴ തുടങ്ങിയിരുന്നു ഗൈസ്. ആദ്യമേ റെയിൻകോട്ട് ഇട്ടതുകൊണ്ട് ഇച്ചു സേഫ്. പിന്നെ കുടയെടുത്ത് ഞങ്ങൾ പതിയെ നടന്ന് താഴോട്ട് വീണ്ടും. വന്ന വഴിയിലോട്ട് ഒരു തിരിഞ്ഞ നോട്ടം എന്ന പോലെ വെള്ളരിമേട് വാട്ടർഫാളിലോട്ടൊരു സൂം ചെയ്ത നോട്ടമായിരുന്നു ഈ കാണുന്നത് ഗൈസ്. അങ്ങനെ തണുത്ത് അത്യാവശ്യം മഴയെല്ലാം കൊണ്ട് നമ്മൾ താഴെ എത്തി. ഇനി ചായക്കടയിൽ നിന്ന് ഒരു ചായയും ബജിയും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ചു പോക്കിന് തയ്യാറായി ഞങ്ങൾ വണ്ടിയിലോട്ട് യാത്രയാവാം. ഏതായാലും കുറച്ച് ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് അല്ലേ. ക്യാമറമാൻ പുറത്തോട്ടിരുന്ന് വണ്ടി എടുത്തോട്ടെ എന്ന് വിചാരിച്ച് ക്യാമറമാനെ പുറത്തോട്ടാക്കി. മാത്രമല്ല അടിമുട്ടുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് അവനെ പുറത്താക്കിയത്. കുഴപ്പമില്ല, വന്നോളൂ പറഞ്ഞ് അവസാനം ഏതോ ഒരു കല്ലിൽ അടിമുട്ടിയായിരുന്നു. എന്തായാലും ഇതുവരെ ആയില്ലേ. ഇനി തിരിച്ചു പോകുമ്പോൾ സീതാരകുണ്ട് വഴിയൊന്ന് പോയേക്കാം. കാരണം വെള്ളരിമേടുന്ന് സീതാരകുണ്ട് അധികം ആരും പോവാത്ത റോഡാണ്. കാശാങ്കുറിശ്ശിയിൽ നിന്ന് തൊട്ടപ്പുറത്തൊരു റൈറ്റ് സൈഡിലോട്ട് വഴി പോകുന്നുണ്ട്. വെള്ളരിമേടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ വഴി അങ്ങ് പോയി കഴിഞ്ഞാൽ നേരെ എത്താൻ പോകുന്നത് സീതാരകുണ്ടിലുള്ള വഴിയിലോട്ടാണ്. സീതാരകുണ്ട്, ചിങ്ങഞ്ചിറ, പലകപ്പാണ്ടി എല്ലാവിടേക്കും പോകുന്ന വഴിയിലോട്ടാണ് എത്തുന്നത്. അധികം എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ അധികം പോവാത്ത ഒരു വഴിയായതുകൊണ്ട് അതുവഴി നമുക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് ആ വഴി പോവുകയാണ്. അങ്ങനെ പോയി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എത്തുന്ന വഴിയിലാണ് ഗൈസ്. വീട്ടിൻ്റെ അവിടെയും ഒട്ടും മോശമല്ല പ്രകൃതി ഭംഗിക്ക്, പാടങ്ങൾക്കും കുറവില്ല. ആൻഡ് ഫൈനലി ഞങ്ങൾ വീടെത്തിച്ചേർന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു 1 ഡേ ട്രിപ്പ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത്രയും അടുത്തുണ്ടായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ പോകുന്ന പല സ്ഥലങ്ങളാണ് ഇതൊക്കെ.